ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് യൂസ് ചെയ്തിരിക്കുന്നത് 117/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് എന്ത്? ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിനു കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1951. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2015. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. തന്നിരിക്കുന്നതെല്ലാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡിജിറ്റൽ ഇന്ത്യ. സോ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം. താങ്ക്